അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണകാലം ഒന്നാം വർഷം പിന്നിടുമ്പോൾ വോട്ടർമാർക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഗണ്യമായി കുറയുന്നതായി പുതിയ സർവേ റിപ്പോർട്ട്. ലോകപ്രശസ്ത മാധ്യമമായ ദി ന്യൂയോർക്ക് ടൈംസും CNA കോളേജും ചേർന്ന് നടത്തിയ ദേശീയ സർവേയിലാണ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ ജനങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. ട്രംപിന്റെ ഭരണരീതിയും അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളും തെറ്റായ ദിശയിലാണെന്ന് ഭൂരിഭാഗം അമേരിക്കക്കാരും കരുതുന്നു. ട്രംപ് തന്റെ ഊർജവും സമയവും ചിലവഴിക്കുന്നത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലല്ല എന്ന വിമർശനം സർവേയിൽ ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട്. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വോട്ടർമാർക്കിടയിൽ വലിയ അതൃപ്തിയാണ് നിലനിൽക്കുന്നത്. സർവേയിൽ പങ്കെടുത്ത 49% പേരും ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ സാമ്പത്തികാവസ്ഥ കൂടുതൽ മോശമായെന്ന് അഭിപ്രായപ്പെട്ടു. എന്നാൽ 32% ആളുകൾ മാത്രമാണ് സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടതായി കരുതുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ ട്രംപ് സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് 64% വോട്ടർമാരും കുറ്റപ്പെടുത്തി. സാധാരണക്കാരുടെ ജീവിത ചെലവ് വർദ്ധിക്കുന്നത് ഭരണകൂടത്തോടുള്ള രൂക്ഷമായി മാറുന്ന കാഴ്ചയാണ് സർവേയിൽ തെളിയുന്നത്. ട്രംപിന്റെ സ്വന്തം തട്ടകമായ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾക്കിടയിലും വിള്ളലുകൾ വീഴുന്നതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ എന്ന മുദ്രാവാക്യത്തെ പിന്തുണയ്ക്കുന്ന 42% റിപ്പബ്ലിക്കൻ വോട്ടർമാരും വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ പ്രസിഡന്റിന്റെ നടപടികളിൽ അതൃപ്തരാണ്. ട്രംപിന്റെ വിവാദപരമായ താരിഫ് നയത്തിനും ജനപിന്തുണ കുറയുകയാണ്. ചരക്കുകൾക്ക് മേൽ അമിത നികുതി ചുമത്തുന്നതിലൂടെ രാജ്യത്തെ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നതിനെ 54% വോട്ടർമാരും എതിർക്കുന്നു. ഇത് ട്രംപിന്റെ സാമ്പത്തിക വീക്ഷണത്തിന് ലഭിച്ച വലിയ തിരിച്ചടിയാണ്. പ്രതിരോധം, കുടിയേറ്റം, അന്താരാഷ്ട്ര തർക്കങ്ങൾ എന്നിവയിലെ ട്രംപിന്റെ നിലപാടുകൾക്കും അമേരിക്കൻ ജനതയ്ക്കിടയിൽ സ്വീകാര്യത കുറവാണ്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ട്രംപ് സ്വീകരിക്കുന്ന മൃദു സമീപനവും വെനസ്വേലയിലെ രാഷ്ട്രീയ വിഷയങ്ങളിലെ അനാവശ്യ ഇടപെടലുകളും വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. കുടിയേറ്റ നയങ്ങളിൽ കർശനമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ട്രംപ് മാനുഷിക മൂല്യങ്ങളെ അവഗണിക്കുന്നു എന്ന പരാതിയും സർവേ ഉന്നയിക്കുന്നു. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നടത്തുന്ന നടപടികൾ അതിര് കടന്നതാണെന്ന് 61% പേർ വിശ്വസിക്കുന്നു. ട്രംപിന്റെ ഈ ഭരണകാലം ഒരു വലിയ പരാജയമാണെന്ന് 58% അമേരിക്കക്കാരും തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ നയങ്ങൾ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് പകരം കൂടുതൽ ദുഷ്കരമാക്കുകയാണ് ചെയ്തതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സർവേ പ്രകാരം 3-ൽ 1 പോലും ട്രംപിന്റെ മടങ്ങിവരവ് രാജ്യത്തിന് ഗുണകരമായെന്ന് കരുതുന്നില്ല. ഈ സ്ഥിതി തുടർന്നാൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇത് വലിയ വെല്ലുവിളിയാകും. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള വൈറ്റ് ഹൌസ് ഈ സർവേ ഫലങ്ങളെ വ്യാജമെന്ന് മുദ്രകുത്തി തള്ളിക്കളയാനാണ് ശ്രമിക്കുന്നത്. ഇതിനോടകം തന്നെ ന്യൂയോർക്ക് ടൈംസിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എങ്കിലും താഴെത്തട്ടിലുള്ള ജനവികാരം ട്രംപിന് എതിരാകുന്നത് ഗൗരവകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഭരണകൂടം സ്വീകരിക്കുന്ന ഓരോ നീക്കവും സാധാരണക്കാരുടെ പോക്കറ്റിനെ ബാധിക്കുമ്പോൾ കേവലം മുദ്രാവാക്യങ്ങൾ കൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ട്രംപിന് സാധിക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.